ഹലോ, അസ്സലാമലൈക്കും. ഇന്നൊരു പുതിയ സ്നാക്കുമായിട്ടാണ് ഞാൻ വന്നിട്ടുള്ളത്. നല്ല കിട്ടിലിനായിട്ടുള്ള ഒരു സ്നാക്കാണ്, നല്ല ടേസ്റ്റിയാണ്. ഒരു വട്ടം നിങ്ങൾ ഉണ്ടാക്കിയിട്ടുണ്ടെങ്കിൽ ഉറപ്പായിട്ട് നിങ്ങൾ ഇത് എപ്പോഴും ഉണ്ടാക്കും. അത്രയും ടേസ്റ്റി ആയിട്ടുള്ള ഒരു സ്നാക്കാണ്. ഇത് ഉണ്ടാക്കാനായിട്ട് നമുക്ക് ഒരുപാട് സാധനങ്ങളൊന്നും വാങ്ങിക്കേണ്ട ആവശ്യമില്ല. നമ്മുടെ വീട്ടിലുള്ള ഗോതമ്പ് പൊടിയും അതേപോലെ തന്നെ ഉരുളക്കിഴങ്ങും ഒക്കെ വെച്ചിട്ടാണ് നമ്മൾ ഇത് ഉണ്ടാക്കുന്നത്. അപ്പൊ നമുക്ക് വീഡിയോയിലോട്ട് പോവാം. അപ്പൊ വീഡിയോയിലോട്ട് പോകുന്നതിന് മുമ്പായിട്ട് എൻ്റെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവർ ആരെങ്കിലും ഉണ്ടെങ്കിൽ ഒന്ന് സബ്സ്ക്രൈബ് ചെയ്യുക. എന്നിട്ട് തൊട്ടടുത്തുള്ള ബെല്ലോട് ഒന്ന് ക്ലിക്ക് ചെയ്യുക. എന്നിട്ട് അതിൽ ഓൾ എന്നുള്ള ഓപ്ഷൻ ക്ലിക്ക് ചെയ്യുക. എന്നാൽ മാത്രമേ ഇതുപോലത്തെ നല്ല അടിപൊളി വീഡിയോസ് ഞാൻ ഇടുമ്പോൾ തന്നെ നിങ്ങൾക്ക് കിട്ടുള്ളൂ. അപ്പൊ ഇതിന് വേണ്ടിയിട്ട് നമുക്ക് ആദ്യം ഒരു കപ്പ് ഗോതമ്പ് മാവ് എടുക്കാം. നിങ്ങൾക്ക് വേണേൽ മൈദ എടുക്കാം, പക്ഷെ ഗോതമ്പ് മാവ് ആയാലും നല്ല ടേസ്റ്റ് തന്നെയാണ്. അപ്പോൾ ഒരു കപ്പ് ഗോതമ്പ് മാവ് ഞാൻ എടുത്തിട്ടുണ്ട്. അതിനകത്തോട്ട് നമുക്ക് ആവശ്യത്തിന് ഉപ്പ് ചേർത്ത് കൊടുക്കാം. അതിൻ്റെ കൂടെ തന്നെ നമുക്ക് 1 ടീസ്പൂൺ അല്ലെങ്കിൽ 2 ടീസ്പൂൺ ഓയിൽ ഒഴിച്ചു കൊടുക്കാം. എന്നിട്ട് നല്ലപോലെ കൈ വെച്ച് ഇതൊന്ന് മിക്സ് ചെയ്തെടുക്കണം. നമ്മൾ ഇനി ഇത് ചപ്പാത്തി മാവിന്റെ അതേ പരുവത്തിലാണ് കുഴച്ചെടുക്കാൻ പോകുന്നത്. കുറച്ച് എന്താ പറയുക, ഒരുപാട് സോഫ്റ്റ് ആയിട്ട് കുഴക്കുവാണെങ്കിൽ നമ്മൾ എണ്ണയിൽ ഫ്രൈ ചെയ്യല്ലേ, അപ്പൊ എണ്ണ കുടിക്കാൻ ചാൻസ് ഉണ്ട്. അപ്പൊ ചപ്പാത്തിക്കൊക്കെ ഉണ്ടാക്കണ പോലെ കുറച്ച് മിതമായിട്ടുള്ള ആ ഒരു സോഫ്റ്റ്നെസ് മതി. അപ്പൊ വെള്ളം ഒഴിച്ചിട്ട് ഒന്ന് നന്നായിട്ട് കുഴച്ചെടുക്കുക. ഒത്തിരി വെള്ളം ആയി കഴിഞ്ഞാലാണ് നമുക്ക് എണ്ണ കുടിക്കാൻ ചാൻസ് ഉള്ളത്. അപ്പൊ ഇത് കുറച്ച് ടൈറ്റ് ആയിട്ട് ഞാനിവിടെ കുഴച്ചെടുത്തിട്ടുണ്ട്. നന്നായിട്ട് കുഴച്ചെടുക്കുക. ഇനി നമുക്കിത് ചപ്പാത്തി മാവിന്റെ പോലെ തന്നെ കുഞ്ഞു ബോൾസ് ആക്കി എടുക്കുക. ഒരുപാട് ചെറുതല്ല, ചപ്പാത്തി മാവിന്റെ ആ ഒരു ചപ്പാത്തിക്ക് എടുക്കുന്ന അതേപോലെയുള്ള ബോൾ ആക്കിയാൽ മതി. ഏകദേശം ഒരു 4 ബോൾ അത്രയൊക്കെ നമുക്ക് ഒരു കപ്പിൽ നിന്ന് കിട്ടുള്ളൂ. അപ്പൊ അതേ എല്ലാം ഞാൻ ഇവിടെ റെഡിയാക്കി എടുത്തിട്ടുണ്ട്. 4 എണ്ണാണ് ഉള്ളത്. ഇനി നമുക്ക് ചപ്പാത്തിക്ക് പരത്തണ പോലെ തന്നെ ഒന്ന് പരത്തിയെടുക്കാം. ഒരുപാട് റൗണ്ട് ആയിട്ട് വേണമെന്നില്ല, സ്ക്വയർ ഒക്കെ ഇല്ലേ, നമുക്ക് അതുപോലെ കട്ട് ചെയ്യാനുള്ളതാണ്. അതുകൊണ്ട് അങ്ങനെ പരത്തിയെടുക്കാൻ നോക്കിയാൽ മതി. പിന്നെ നമ്മൾ ചപ്പാത്തിക്ക് പരത്തുന്ന ആ ഒരു തിക്നെസ് തന്നെയാണ് വേണ്ടത്, ആ ഒരു കട്ടി തന്നെയാണ് വേണ്ടത്. കൂടുതൽ നേരത്തെ ഇതാക്കേണ്ട ആവശ്യമൊന്നുമില്ല. അപ്പൊ ഇതേ ഞാൻ അവിടെ പരത്തി എടുത്തിട്ടുണ്ട്. ഇനി നമുക്ക് ഇതിന്റെ സൈഡ് 4 സൈഡും ഒന്ന് കട്ട് ചെയ്ത് ഒരു സ്ക്വയർ ഷേപ്പിൽ ഒന്ന് ആക്കിയെടുക്കാം. അപ്പൊ ഇത് എല്ലാ സൈഡും കട്ട് ചെയ്തിട്ടുണ്ട്. അതൊക്കെ ഞാൻ എടുത്ത് മാറ്റുന്നുണ്ട്. ഇനി നമുക്കിത് ചെറിയ ചെറിയ പീസായിട്ട് കട്ട് ചെയ്തെടുക്കണം. ഒരുപാട് ചെറുതല്ല, നീളത്തിലുള്ള പീസാണ് നമുക്ക് വേണ്ടത്. അത് കട്ട് ചെയ്യുന്ന സമയത്ത് ഒത്തിരി അങ്ങ് വീതിയിൽ കട്ട് ചെയ്യരുത്. ഒരെണ്ണം നമുക്കൊരു 4 എണ്ണം ഒക്കെ ആയിട്ട് കട്ട് ചെയ്തെടുക്കാൻ പറ്റും. അപ്പൊ അതേ ഇത്രയും വീതി മതിയാവും. ഒരുപാട് വീതിയാൽ കാണാൻ വലിയ ഭംഗി ഉണ്ടാവില്ല. അപ്പൊ എല്ലാം നമുക്ക് ഇതേപോലെ തന്നെ പരത്തി ഒന്ന് കട്ട് ചെയ്ത് ഒന്ന് എടുത്ത് വെച്ചാൽ മതി. അതിനുശേഷമാണ് നമ്മൾ ഫില്ലിംഗ് റെഡിയാക്കുന്നത്. അപ്പൊ ഫില്ലിംഗ് ഉണ്ടാക്കാനായിട്ട് ഞാൻ ഇവിടെ 3 ഉരുളക്കിഴങ്ങ് വേവിച്ചിട്ട് നന്നായിട്ട് ഉടച്ചെടുത്ത് വെച്ചിട്ടുണ്ട്. അതിൻ്റെ കൂടെ തന്നെ ഒരു സവാള കുഞ്ഞായിട്ട് അരിഞ്ഞ് ചേർത്തിട്ടുണ്ട്. കുറച്ച് കറിവേപ്പില ചേർത്ത് കൊടുക്കുക. മല്ലിയില ഉണ്ടെങ്കിൽ ചേർത്ത് കൊടുക്കുക. എൻ്റെ കയ്യിൽ ഉണ്ടായിരുന്നില്ല. ഇതിൽ ഞാൻ പച്ചമുളകൊന്നും ചേർത്തില്ല, നിങ്ങൾക്ക് വേണമെങ്കിൽ ചേർത്ത് കൊടുക്കാം. ഇനി പൊടികളാണ് ഞാൻ ചേർക്കുന്നത്. ഒരു 1/4 ടീസ്പൂൺ ഗരം മസാല ചേർത്തിട്ടുണ്ട്. അതേപോലെ തന്നെ ഒരു 1/4 ടീസ്പൂൺ മഞ്ഞൾപ്പൊടി, കൂടെ ഒരു 1/4 ടീസ്പൂൺ മല്ലിപ്പൊടി ചേർത്തിട്ടുണ്ട്. പിന്നെ അതേപോലെ തന്നെ നമുക്കൊരു 1/4 ടീസ്പൂൺ മുളക് പൊടി ചേർത്ത് കൊടുക്കുക. എല്ലാം 1/4 ടീസ്പൂൺ മതി, അത്രയേ ഉള്ളൂ. ഒരു 1/4 ടീസ്പൂൺ ചാറ്റ് മസാല ചേർത്തിട്ടുണ്ട്. അത് ഉണ്ടെങ്കിൽ എന്തായാലും ചേർക്കാം, നല്ല ഫ്ലേവർ ആണ്. ഇല്ലെങ്കിലും കുഴപ്പമൊന്നുമില്ല. ഇനി ഇതിനകത്തോട്ട് ഒരു പകുതി നാരങ്ങയും കൂടെ ഞാനൊന്ന് പിഴിഞ്ഞ് ചേർക്കുന്നുണ്ട്. ഇത് നമുക്ക് പെട്ടെന്ന് റെഡിയാക്കാൻ പറ്റുന്ന ഒരു സ്നാക്കാണ്. കാരണം നമ്മൾ മസാല ഫില്ലിങ് നമ്മളൊന്ന് വേവിക്കേണ്ട കാര്യം അങ്ങനെ ഒന്നുമില്ല. ജസ്റ്റ് ഉരുളക്കിഴങ്ങ് വേവിച്ച് തൊലി കളഞ്ഞെടുത്താൽ മതി. അപ്പൊ അതേ നാരങ്ങയും കൂടെ ഞാൻ പിഴിഞ്ഞ് ചേർത്തിട്ടുണ്ട്. ഇനി ഇത് നമുക്ക് ഉപ്പും കൂടെ ചേർത്ത് നന്നായിട്ടൊന്ന് മിക്സ് ചെയ്തെടുക്കാം. നല്ലപോലെ മസാലയ്ക്ക് എല്ലായിടെയും ഒന്ന് പിടിക്കണം. അപ്പൊ നല്ലപോലെ മിക്സ് ചെയ്തെടുക്കുക. ഇത് നമുക്ക് ബോൾ ആക്കി എടുക്കാനുള്ളതാണ്. അതുകൊണ്ട് തന്നെ ഉരുളക്കിഴങ്ങ് നല്ലോണം ഉടഞ്ഞിട്ടുണ്ടാവണം. അപ്പൊ അതേ ഇനി നമുക്ക് ബോൾ ഉണ്ടാക്കിയെടുക്കാം. കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കിയാൽ മതി, അപ്പോഴാണ് കൂടുതൽ ടേസ്റ്റ് ഉണ്ടാവും. ഒത്തിരി വലുപ്പമുള്ള ബോൾ ആയി കഴിയുമ്പോൾ മസാല മാത്രമേ ഉണ്ടാവുള്ളൂ. അപ്പൊ കുഞ്ഞു കുഞ്ഞു ബോൾസ് ആക്കി ഞാൻ എടുക്കുന്നുണ്ട്. നല്ല ടൈറ്റ് ആയിട്ട് ബോൾ ആക്കുക, കാരണം എണ്ണയിൽ ഇടുമ്പോൾ പൊട്ടി പോവരുത്. അപ്പൊ അതേ
ഇതേപോലെ തന്നെ ബാക്കിയുള്ളൊക്കെ ചെയ്തെടുക്കുക. നല്ല ടൈറ്റ് ആയിട്ട് മിക്സ് ചെയ്തെടുക്കുക. അപ്പൊ ഇതേ എല്ലാ ബോൾസും ഞാൻ അവിടെ ഉണ്ടാക്കിയിട്ടുണ്ട്. ഇനിയാണ് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാനുള്ളത്. നമ്മൾ കട്ട് ചെയ്ത് വെച്ചിട്ടില്ലേ ആ ചപ്പാത്തി ഷീറ്റില്ലേ, അതിനകത്ത് നമുക്ക് ഇതൊന്ന് റോൾ ചെയ്തെടുക്കാം. അപ്പൊ ഇത്രയേ ഉള്ളൂ. ഇനി നമുക്കൊരു ടൂത്ത് പിക്ക് വെച്ചിട്ട് ഇതൊന്ന് കുത്തി കൊടുക്കണം, കാരണം മസാല പുറത്ത് പോകാണ്ടിരിക്കാൻ വേണ്ടിയിട്ടാണ്. അപ്പൊ ഇതേപോലെ ഇതിന്റെ ഉള്ളിൽ കൂടെ ഒന്ന് കയറ്റി കൊടുക്കുക, അല്ലെങ്കിൽ ചിലപ്പോൾ നമ്മൾ എണ്ണയിൽ ഇടുന്ന സമയത്ത് മസാല പൊട്ടിപ്പോവും. ഇതേപോലെ തന്നെ എല്ലാം ഒന്ന് റോൾ ചെയ്തെടുത്താൽ മതി. ചപ്പാത്തി ഷീറ്റ് ഒരുപാട് വീതി ഉണ്ടെങ്കിൽ വലിയ രസം ഉണ്ടാവില്ല കാണാൻ. ആ റോള് നമ്മുടെ ഉരുളയും ആ ഷീറ്റും ഒരേ ഒരു വലുപ്പത്തിന് വേണം ഉണ്ടാവാനായിട്ട്. അപ്പൊ എല്ലാം റെഡി ആയിട്ടുണ്ട്. ഇനി നമുക്ക് ഫ്രൈ ചെയ്തെടുക്കാം. ഓയിൽ ഒരു മീഡിയം ചൂടുള്ള സമയത്ത് ഇട്ട് കൊടുക്കുക. കാരണം ഒരുപാട് ചൂടുണ്ടെങ്കിൽ പുറംഭാഗം പെട്ടെന്ന് കളർ വെക്കും, ഉള്ളു ഒരു വേവുകയില്ല. ഒത്തിരി അങ്ങോട്ട് വേവേണ്ട ആവശ്യമൊന്നുമില്ല, കാരണം ഉള്ളു നമ്മൾ ഉരുളക്കിഴങ്ങൊക്കെ വേവിച്ചല്ലേ, എന്നാലും ഉള്ളിയൊക്കെ ഒന്ന് വെന്ത് കിട്ടണം. അപ്പോൾ ഒരു മീഡിയം ഫ്ലെയിമിൽ ഇട്ടിട്ട് ഇതൊന്ന് ഫ്രൈ ചെയ്തെടുക്കുക. ഇടയ്ക്കിടയ്ക്ക് തിരിച്ചിട്ട് കൊടുക്കുക. നമ്മൾ കറക്റ്റ് ആയിട്ട് ടൂത്ത് പിക്ക് വെച്ച് കുത്തുവാണെങ്കിൽ മസാലയൊന്നും പുറത്തോട്ട് പോവില്ല. ഇപ്പം എല്ലാ സൈഡും റെഡി ആയിട്ടുണ്ട്. നല്ല ടേസ്റ്റ് ആണ് ഇത് കഴിക്കാൻ. പുറം നല്ല ക്രിസ്പി ആയിട്ടുണ്ടാവും. നമ്മൾ സമൂസയൊക്കെ കഴിക്കില്ലേ, ചൂടോട് ആ ഒരു ഫീലാണ് ഉണ്ടാവുക. പുറം നല്ല ക്രിസ്പി, ഉള്ളിൽ നല്ല സോഫ്റ്റ് ആയിട്ട് ഉണ്ടാവുക. അപ്പൊ അതേ ഇത് ഇവിടെ റെഡി ആയിട്ടുണ്ട്. എന്തായാലും നിങ്ങൾ പെട്ടെന്ന് തന്നെ ട്രൈ ചെയ്യാൻ. നിങ്ങൾക്ക് ഇത് എന്തായാലും ഇഷ്ടമാവും, 100% ഉറപ്പാണ്. കാരണം എനിക്ക് അത്ര ഇഷ്ടമുള്ള ഒരു സ്നാക്കാണ്. അപ്പൊ നിങ്ങൾ എല്ലാവരും ട്രൈ ചെയ്തിട്ട് ഫീഡ്ബാക്ക് പറയാൻ മറക്കണ്ട. അപ്പൊ ഇതേപോലെ തന്നെ ബാക്കിയുള്ളത് റെഡിയാക്കി എടുത്താൽ മതി. ഞാൻ ഇതൊന്ന് കട്ട് ചെയ്തൊന്ന് കാണിക്കാം. നല്ല ചൂടാണ് കേട്ടോ. ഉള്ളി നല്ല മൊരിഞ്ഞിട്ടുണ്ട് ഉരുളക്കിഴങ്ങൊക്കെ. കണ്ടോ, പുറം നല്ല ക്രിസ്പി ആയിട്ടാണ് ഉള്ളത്. ശരിക്കും നമ്മുടെ സമൂസന്റെ ആ ഒരു തൊലിയില്ല, ആ ഒരു ഫീലാണ് ഉണ്ടാവുക. നമ്മൾ മൈദയൊന്നും എടുക്കണമെന്നില്ല, ഗോതമ്പാവ് വെച്ച് ചെയ്താൽ നല്ല അടിപൊളിയാണ്. അപ്പൊ അതേ ഉൾഭാഗം ഇങ്ങനെയാണ് ഉണ്ടാവുക. അപ്പൊ എല്ലാവരും ട്രൈ ചെയ്യാൻ മറക്കണ്ട. നമ്മുടെ ചാനലിൽ ഒരു കോൺടെസ്റ്റ് നടക്കുന്നുണ്ട്, എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. ഞാൻ അതിന്റെ ഡിസ്ക്രിപ്ഷനിൽ ഞാൻ അതിന്റെ ലിങ്ക് ഇടുന്നുണ്ട്, ഡീറ്റെയിൽസ് ഒക്കെ. അപ്പൊ എല്ലാവരും പാർട്ടിസിപ്പേറ്റ് ചെയ്യുക. അപ്പൊ ഇതുപോലത്തെ നല്ല കിഡിലൻ ആയിട്ടുള്ള റെസിപ്പീസ് ആയിട്ട് ഇൻഷാ അല്ലാഹ് നമുക്ക് നാളെ കാണാം. താങ്ക് യു ഫോർ വാച്ചിങ്.